വിജയ് അണ്ണൻ തൃഷയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തമിഴ്നാട് നൽകി. എടാ എന്തൊക്കെയാണ് എഴുതി വിടുന്നത്? ഒരു ലൈസൻസ് ഇല്ലെന്നും പറഞ്ഞ് എന്തേലൊക്കെ എഴുതി വിടാമോ? എന്തൊക്കെയാണ് എഴുതി വിടുന്നത്? വിജയ് തൃഷയ്ക്ക് തമിഴ്നാടിനെ ഗിഫ്റ്റായിട്ട് നൽകി. തൃഷയുടെ ആഗ്രഹങ്ങൾ വിജയ് സബലീകരിച്ചു. തൃഷയ്ക്ക് CM ആകാനുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വിജയ് പണിയെടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷ വന്നിട്ട് വിജയുടെ ഭാര്യയായിട്ട് അങ്ങ് അഭിനയിച്ചു. ആൻഡ് ഇത് ആൾക്കാരൊക്കെ പൊക്കിയടിക്കുന്നു. ക്യൂട്ട് കപ്പിൾ, മാസ് കപ്പിൾ, എന്തൊക്കെയാണ് അടിച്ചു വിടുന്നത്? ആക്ച്വലി നിങ്ങൾക്ക് ബോധമുണ്ടോ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന്? അവിഹിതത്തിനെയാണ് നിങ്ങൾ ഈ ഗ്ലോറിഫൈ ചെയ്യുന്നത്. അത് അണ്ണൻ ചെയ്യുമ്പോൾ മാത്രം എങ്ങനെയാണ് അത് ഇത്ര മാസാകുന്നത്? അവിഹിതത്തിനെ ക്യൂട്ട്, മാസ്, തേങ്ങ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഗില്ലിയുടെ പാട്ടും പോക്കിരിയുടെ പാട്ടും അണ്ണൻ്റെ പഴയ സിനിമകളിലെ പാട്ടുകളൊക്കെ കയറ്റി അതിനെ അങ്ങ് വിപുലീകരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കാം. നിങ്ങളുടെ പാർട്ട്ണർ അയാളുടെ പഴയൊരു ഫ്രണ്ടുമായിട്ട് ഒരു അവിഹിതം ഉണ്ടാക്കുന്നു. ആൻഡ് അത് നിങ്ങൾ അറിയുന്നു, നാട്ടുകാർ മൊത്തം അറിയുന്നു. നിങ്ങൾ ഒഴികെ നാട്ടുകാർ മൊത്തം അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. നാട്ടുകാർ മൊത്തം അത് ക്യൂട്ടാണ്, മാസാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? സെയിം അവസ്ഥയെ കൂടി ആയിരിക്കില്ലേ പുള്ളിയുടെ റിയൽ വൈഫ് ഇപ്പോഴും കടന്നു നോക്കിക്കൊണ്ടിരിക്കുക? ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയും അണ്ണന്റെ മറ്റേ വാനര കൂട്ടങ്ങളും തൃഷയെ അണ്ണന്റെ ഭാര്യയായിട്ട് അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഏതൊരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു, ഭാര്യയുടെ ബർത്ത്ഡേയുടെ അന്ന് അണ്ണൻ ഭൂരിപക്ഷം ഉണ്ടാക്കി, അമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. എടാ തൃഷ അല്ലടാ അണ്ണന്റെ ഭാര്യ, തൃഷയുടെ ബർത്ത്ഡേയുടെ അന്ന് അണ്ണൻ ഭൂരിപക്ഷം ഉണ്ടാക്കാനായിട്ട്. ഇത് ആക്ച്വലി ഒരു അവിഹിതമാണ്. അത് കാണിക്കുന്ന അവർക്കേ നാണമില്ല, അത് പറയുന്ന ആൾക്കാർക്കെങ്കിലും കുറച്ച് നാണം ഉണ്ടായിക്കൂടെ? കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അണ്ണൻ എന്ത് ചെയ്താലും അത് മാസമായിരിക്കും, അണ്ണൻ എന്ത് ചെയ്താലും അതിൽ കാര്യം ഉണ്ടായിരിക്കും, അണ്ണൻ എന്ത് ചെയ്താലും അത് കറക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ തിരുത്തണം. ഒന്നെങ്കിൽ അയാൾ തിരുത്തണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞു നോക്കണം. ഇതൊന്നുമില്ല. അണ്ണൻ ചെയ്ത് കഴിഞ്ഞാൽ അണ്ണൻ എന്ത് ചെയ്താലും ശരിയാണെന്ന് പറഞ്ഞ് കുറേ എണ്ണം ഇപ്പോൾ പൊക്കം കിടക്കുന്നുണ്ട്. ശരിയാണ്, അണ്ണൻ റിയൽ ലൈഫിൽ കാണിച്ചത് മാസമാണ്, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. സിനിമയിൽ കാണുന്നതിൻ്റെ ഇരട്ടി മാസമാണ് അണ്ണൻ റിയൽ ലൈഫിൽ കാണിച്ചത്, അണ്ണൻ ജയിച്ചതൊക്കെ സമ്മതിച്ചു. അത് നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്തോ, അത് നിങ്ങൾ മാസമാക്കിയോ, അത് ഞാനും മാസമായി കാണുന്നൊരു കാര്യമാണ്. പക്ഷേ അവിഹിതത്തിനെ മാസാക്കുന്നതും ക്യൂട്ടാക്കുന്നതും അത്ര നല്ല കാര്യമൊന്നുമല്ല. ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷ വന്നിട്ട് കാട്ടുകൂട്ടിയത് എന്തൊക്കെയാണെന്ന് എനിക്ക് കണ്ടിട്ട് ഒരു പിടിയും കിട്ടിയില്ല. വിജയുടെ റിയൽ വൈഫ് ആ ഒരു പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരി എങ്ങനെയായിരിക്കും പെരുമാറുക, അതുപോലെയാണ് തൃഷ അവിടെ നടന്നത്. വിജയുടെ വൈഫാണെന്നുള്ള രീതിയിൽ പുള്ളിക്കാരി അങ്ങ് സ്വയം അങ്ങ് പ്രിറ്റൻഡ് ചെയ്യുകയാണ്. ആൻഡ് കാണുന്നവർക്കും അതൊരു പ്രശ്നമില്ല. ഇത് ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ട് മാസും ക്യൂട്ട് പാട്ടുകളും കയറ്റി റൊമാൻറ്റിക് സോങ്ങുകളും കയറ്റി റീൽ ഉണ്ടാക്കി ഇടുന്നവർക്കും ഇതൊരു പ്രശ്നമല്ല. നിങ്ങൾ അണ്ണൻ്റെ വിജയത്തെ ആഘോഷിച്ചോ, നിങ്ങൾ അണ്ണൻ്റെ വിക്ടറി ആഘോഷിച്ചോ, അണ്ണൻ കാണിച്ച മാസിനെ നിങ്ങൾ മാസായിക്കോ, ക്യൂട്ടായിക്കോ, നിങ്ങൾ എന്ത് തേങ്ങണായിക്കോ. പക്ഷേ ഈ അവിഹിതത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു പരിപാടിയില്ല. അതിപ്പോൾ അണ്ണനെന്നല്ല അണ്ണിയെന്നല്ല ആരാണെങ്കിലും. ഇതിപ്പോൾ കുറേ എണ്ണം വേറെ ഇറങ്ങിയിട്ടുണ്ട്. വിജയ് രണ്ടിടത്ത് ജയിച്ചല്ലോ, ഒരിടത്ത് വിജയ് റിസൈൻ ചെയ്തല്ലോ. അവിടെ ഇനി തൃഷ മത്സരിക്കും, തൃഷ ജയിക്കും, തൃഷ ഉപമുഖ്യമന്ത്രിയായിട്ട് വരും, അണ്ണനും തൃഷയും കൂടെ ഒരുമിച്ച് CM ആയിട്ട് തമിഴ്നാട് ഭരിക്കും എന്നൊക്കെ. എടേ എന്തൊക്കെയാടേ പറയുന്നത്? എന്തൊക്കെയാ ഈ തമിഴ്നാട്ടിൽ നടക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു അവിഹിതം കണ്ടുപിടിച്ചു. ഞാൻ കരുതി ഇതോടുകൂടി അണ്ണൻ്റെ കരിയറും തീർന്നു, അണ്ണൻ്റെ രാഷ്ട്രീയ ഭാവിയും തീർന്നു എന്ന്. ഇപ്പം അവിഹിതം ഏറ്റവും വലിയ മാസം ക്യൂട്ടായിട്ട് കൊണ്ടു കിടക്കുക. അതും ഇനി തമിഴ്നാട്ടിൽ നിന്നും വലിയൊരു പ്രശ്നമല്ലേ? അതൊക്കെ നമ്മുടെ കോമൺ ആയിട്ടുള്ള കാര്യമാണോ? തമിഴ്നാട്ടിൽ മാത്രമല്ല കേട്ടോ, മലയാളത്തിൽ കുറേ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഒന്നുമേ പുരിയല്ലടാ, എന്നടാ ഇങ്ങനെ നടക്കുന്നത്.